പറയൂ കൂട്ടുകാരെ, എന്റെ വിരലുകളെല്ലാം ഒരുപോലെയാണോ? നീ എന്താ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? കാരണം നാം എല്ലാവരും തമ്മിൽ തമ്മിൽ വ്യത്യസ്തരാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. നമ്മൾ ജനങ്ങളെ അവരെങ്ങനെയാണോ അങ്ങനെ തന്നെ സ്നേഹിച്ച് സ്വീകരിക്കണം. അവരുടെ സ്വഭാവത്തെ മാറ്റാൻ ശ്രമിച്ചാൽ അത് ബന്ധങ്ങളിൽ തകരാറുകളുണ്ടാക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. സിംഹം വളർത്തിയാലും ഒരു കുറുക്കന്റെ കുഞ്ഞ് എപ്പോഴും കുറുക്കനായി തന്നെ ഉണ്ടാവും. വ്യത്യസ്തമായിരിക്കുക. ഒരു കാട്ടിൽ ഒരാൺ സിംഹവും പെൺസിംഹവും ജീവിച്ചിരുന്നു. അവർക്ക് 2 ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നു. ഞാൻ ഇരയും കൊണ്ട് തിരിച്ചു വരാം. നോക്കൂ കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് നിന്നും മാറിയേക്കരുത്. ഞാൻ ഉടനെ തിരിച്ചെത്താം. സിംഹം ഇരയെയും കൊണ്ട് മടങ്ങി. 4 പേരും ഇരയെ പങ്കിട്ടു. ദിവസവും ഇതായിരുന്നു പതിവ്. ഒരു ദിവസം പതിവ് പോലെ സിംഹം ആഹാരമന്വേഷിച്ചു പുറപ്പെട്ടു. ഓ, ഇന്നത്തെ ദിവസം വളരെ മോശമാണ്. നേരം സന്ധ്യയായി. പക്ഷെ ഒരൊറ്റ മൃഗത്തെ പോലും എനിക്ക് വേട്ടയാടാൻ കഴിഞ്ഞില്ലല്ലോ. മക്കൾ എന്നെയും കാത്തിരിക്കുന്നുണ്ടായിരിക്കും അവിടെ. സിംഹം അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. ആഹാ, അങ്ങനെ അവസാനം ഞാനൊരു നല്ല ഇരയെ കണ്ടെത്തിയിരിക്കുന്നു. ഓ, പക്ഷെ ഇതൊരു കുഞ്ഞാണല്ലോ. ഇതിനെ എനിക്ക് കൊല്ലാനാവില്ല. എങ്കിലും ഞാൻ ഇതിനെ കൊണ്ടുപോകും. സിംഹം ആ കുഞ്ഞിനെയും കൊണ്ട് താവളത്തിൽ തിരിച്ചെത്തി. ഓ, എന്തു പറ്റി? എന്താണ് ഇത്രയധികം താമസിച്ചത്? ഈ മൃഗത്തെ മാത്രമേ ഇന്നെനിക്ക് വേട്ടയാടാൻ കഴിഞ്ഞുള്ളൂ. ഇതൊരു കുഞ്ഞാണ്. ഇതിനെ എനിക്ക് കൊല്ലാനാവില്ല. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കൊന്നു തിന്നോളൂ. ഓ, നിങ്ങൾക്കിതിനെ കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കെങ്ങനെ സാധിക്കും? 2 കുട്ടികളുടെ അമ്മയായ എനിക്കും ഇവനോട് വല്ലാത്ത അടുപ്പം തോന്നുന്നുണ്ട്. നമുക്കിതിനെയും നമ്മുടെ മക്കളോടൊപ്പം ചേർത്ത് നമുക്ക് വളർത്താം. ശരി, നിന്റെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ. അന്നു മുതൽ കുറുക്കന്റെ കുഞ്ഞ് സിംഹദമ്പതികൾക്ക് 3ാമത്തെ കുഞ്ഞിനെ പോലെയായി. 3 പേരും സഹോദരന്മാരെ പോലെ ഒരുമിച്ച് വളർന്നു. മാസങ്ങൾ കടന്നുപോയി. അമ്മേ, ഞങ്ങൾ പുറത്തിറങ്ങി കളിച്ചോട്ടെ? ശരി, പക്ഷെ ഈ ചുറ്റുപാടിൽ മാത്രമേ കളിക്കാവൂ. ദൂരെ എങ്ങും പോകരുത്. ശരിയമ്മേ. അവരെ ഞാൻ നോക്കിക്കോളാം അമ്മേ. ഒരുമിച്ചിരിക്കണം. തമ്മിൽ ആരും വഴക്കിടരുത്. 3 കുഞ്ഞുങ്ങളും കളിക്കാൻ പോയി. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പം ദൂരെയായി അവരൊരു ആനയെ കണ്ടു. ഹേ, അത് കണ്ടോ? അവൻ അടുത്തെത്തിയാൽ നമുക്കവനെ ആക്രമിക്കാം. എന്ത്? ആനയെ ആക്രമിക്കാൻ പോവാണെന്നോ? നിനക്ക് വല്ല ഭ്രാന്തമുണ്ടോ? നോക്ക് സഹോദരാ, തമാശ പറയാണോ? നമ്മൾ അതിബലവാന്മാരാണ്. നമുക്കവനെ ആക്രമിക്കാൻ മാത്രമല്ല, കൊല്ലാനും സാധിക്കും. ആ പറഞ്ഞത് ഒരിക്കലും സാധ്യമല്ല. എന്തായാലും ഞാൻ ഇവിടുന്ന് പോവാൻ പോവാ. നീ ഒരു ഭീരുവാണ്. പോ 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 ഇവിടുന്ന്. കുറുക്കൻ അമ്മയുടെ അരികിലേക്ക് തിരിച്ചുപോയി. മോനെ, നിന്റെ സഹോദരങ്ങൾ എവിടെ? നീ എന്താ തനിച്ചു വന്നത്? അമ്മേ, ഇവനൊരു പേടിത്തൊണ്ടനാണ് അമ്മേ. അവനെ കാണണമായിരുന്നു. നല്ല തമാശയാണ് ഇവന്. പേടിത്തൊണ്ടൻ തന്നെ ഇവൻ. അവനെ കളിയാക്കുന്നത് നിർത്ത്. പറ, എന്താണുണ്ടായത്? കുറുക്കൻ നടന്ന സംഭവങ്ങൾ വിശദമാക്കി. നിങ്ങൾ 2 പേരും ഇവിടെ നിൽക്ക്. മോനെ, നീ മാത്രം എന്റെ കൂടെ വാ. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. ശരി അമ്മേ. 2 പേരും പുറത്തുപോയി. മോനെ, നിന്നോട് സത്യം തുറന്നു പറയാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നു. സത്യോ? എന്താണ് പറയാനുള്ളത് അമ്മേ? മോനെ, നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനല്ല. നീയൊരു കുറുക്കനാണ്. അമ്മേ. അതെ മോനെ, നിനക്ക് നിന്റെ കൂട്ടത്തോടൊത്ത് ചേരാനുള്ള സമയമായി. നിന്റെ സഹോദരങ്ങൾ ഭാവിയിൽ നിന്നെ കൊല്ലുമായിരിക്കും. അതുകൊണ്ട് നീ പോയി നിന്റെ കൂട്ടത്തോടൊത്ത് ജീവിക്ക്. അമ്മേ, അമ്മയെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. നീ പോയേ പറ്റൂ. പോ മോനെ, പോകൂ. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കുറുക്കൻ അവിടം വിട്ടു. എന്നിട്ട് അവന്റെ കൂട്ടത്തോട് ഒത്തുചേർന്നു. പ്രേ. ഒരു ആക്രമണത്തിന് ഇരയായ ഒരുവൻ. റൂട്ടീൻ. പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ.
പാക്ക് ഒരേപോലെയുള്ള വസ്തുക്കൾ മൊത്തത്തിൽ ചേർത്തുവെക്കുക.